വീഡിയോയിലേക്ക് സാധനം ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് GT ലൈൻ്റെ അതായത് 1 ലിറ്ററിലെ GTയുടെ പുതിയൊരു വേരിയന്റ് ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഈ പുറകെ കാണുന്ന വണ്ടി ഉണ്ടല്ലോ GT സ്പോർട്ട് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അതായത് 1.5 കുറച്ച് ബ്ലാക്ക് ഔട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും പിന്നെ കുറച്ച് ഫീച്ചേഴ്സിന് മാറ്റമുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് GT സ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്, ഡീറ്റെയിൽ റിവ്യൂ ആണ്. എന്നിട്ട് അതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് രണ്ടും വേരിയന്റും തമ്മിൽ. പിന്നെ അതുപോലെ തന്നെ 4 വേരിയന്റ് ഓൾറെഡി ഇപ്പോൾ GT ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പ്. ആ ഒരു 4 വേരിയന്റ് വെച്ചിട്ട് ഒരു വീഡിയോസും കൂടി ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ കയറി നോക്കിയാൽ ആദ്യം എന്തായാലും ഫോക്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. നേരെ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു റിവ്യൂയിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഇത് GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അതായത് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് GT ലൈനും അതുപോലെ തന്നെ GT സ്പോർട്ട് എന്ന് പറയുന്ന 2 വേരിയന്റാണ് പുതുതായിട്ട് വന്നിട്ടുണ്ടായത്. GT ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിൽ ഓപ്ഷനും ഈ GT സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന GTയിൽ തന്നെ കുറേ മാറ്റങ്ങൾ അഡീഷണൽ കൊണ്ടുവന്ന ഒരു GT വേരിയന്റ് ഒരു കുറേ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലും പറയാൻ പോകുന്നത്. ആ ഒരു വേരിയന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട് എന്നുള്ള ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ GTയുടെ ലോഗോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ ക്രോം ഫിനിഷിലാണ് കൊടുത്തുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ എവിടെ നിങ്ങൾക്ക് ക്രോം കാണാൻ പറ്റില്ല. ആ ഒരു ലോഗോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു ഇതിന്റെ ചേഞ്ചസ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലി ഉള്ളതിൻ്റെ അകത്ത് ഒരു റെഡ് പെയിന്റഡ് ആയിട്ട് കൊടുത്ത ഒരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹെഡ് ലാമ്പിൻ്റെ അകത്ത് നിങ്ങൾ ശരിക്കും ചേഞ്ചസ് ഒന്നുമില്ല. അന്ന് ഹെഡ് ലാമ്പ് യൂണിറ്റ് സെയിം ആണ്. പക്ഷേ ഇതിന്റെ കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു എന്താ പറയുക ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക പണ്ട് ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടി സ്പോർട്ടി ലുക്ക് ഉണ്ട്. പിന്നെ ഹെഡ് ലാമ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് വർക്കിംഗ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു എംടി ക്യാപ്സുൾ, അതായത് ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്താണ്. ഇത് തന്നെയാണ് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് ആയിട്ട് വരുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും എല്ലാം തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന ഈ ഒരൊറ്റ യൂണിറ്റ് മാത്രമാണ്. ഈ ഒരു താഴെയുള്ള സ്ട്രിപ്പാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും മുകളിലുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും DRL ഓപ്ഷൻ കൊടുത്തില്ല. ഗ്രില്ല് കണ്ടാൽ മനസ്സിലാവും ഫുള്ളി ബ്ലാക്ക് ഔട്ടാണ്. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഫോഗ് ലാമ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് യൂണിറ്റ് ഒക്കെ സെയിം ആണ് എല്ലാ വേരിയന്റിനും വരുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തുള്ളൊരു ക്രോം ഫിനിഷൊക്കെ മാറ്റിയിട്ട് അവർ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ടോയിങ് ഹുക്കിൻ്റെ ഓപ്ഷൻ അവിടെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറി ഫംഗ്ഷനുള്ള ഒരു ഫോഗ് ലാമ്പാണ് ഈ ഒരു വേരിയന്റ്. ഈ ഒരു വേരിയന്റ് അല്ല, ടൈഗണിലുള്ള ഫോഗ് ലാമ്പുകളെല്ലാം തന്നെ കോർണറി ഫംഗ്ഷനുള്ള ഒരു ഫോഗ് ലാമ്പാണ്. പലരും വിളിച്ച് പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു ഫോഗ് ലാമ്പ് വർക്കാവുന്നില്ല എന്ന് വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഏത് സൈഡിലേക്കാണോ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് അതിനടക്കായിട്ട് നമ്മുടെ ഹെഡ് ലാമ്പ് ഓട്ടോയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലുള്ള ഫോഗ് ലാമ്പ് വർക്കാവും. നിങ്ങൾക്ക് ഈ ഒരു സൈഡിലുള്ള ഫോഗ് ലാമ്പ് ഇപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ഈ ഒരു സൈഡിലേക്ക് ചേർന്നത് കാരണം ഈ ഒരു ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് വർക്കാവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ റിവ്യൂവിലേക്കൊന്നും പോകില്ല. നമ്മൾക്ക് ഈ ഓവറോൾ റിവ്യൂവിലേക്ക് പോകാം. ഇനി സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ GTനെക്കാട്ടും കുറച്ചുകൂടി മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അലോയ് ശരിക്കും പറഞ്ഞാൽ GT പ്ലസിന്റെ അലോയ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു അലോയ് അല്ല വരുന്നത്. ഞാൻ റെഫറൻസിന് വേണ്ടി ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തുതരാം. ഈ ഒരു അലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലൈനിൽ ഉണ്ടായിരുന്നു, അതായത് 1 ലിറ്ററിന്റെ ഒക്കെ ഫുൾ ഓപ്ഷൻ ഉണ്ടായിരുന്ന സെയിം അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ഔട്ട് കൊടുത്തു എന്ന് മാത്രം. റെഡ് കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സിയറ്റിന്റെ ടയറാണ് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. ഇവിടെ ടയറിന്റെ സൈസ് കൊടുത്തിട്ടുണ്ട് 205 55 R17 തന്നെ വരുന്നുണ്ട്. 17 ഇഞ്ചിനാണ് ഇതിനു മുമ്പുള്ള GTക്ക് ഉണ്ടായിരുന്നത്. ടോപ്പ് ലൈൻ ആണെങ്കിൽ സെയിം ആണ്, അതായത് ടോപ്പ് ലൈനിന്റെ സെയിം ടയർ തന്നെയാണ്, ടയർ വിത്ത് അലോയ് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റമുള്ളത് GTയുടെ ബാഡ്ജ്. ഇത് ഫുള്ളി ബ്ലാക്ക് ഔട്ടും അതിൻ്റെ അകത്ത് തന്നെ റെഡിൽ GTയുടെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് പഴയ GT എന്ന് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ ഒരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ ഫുള്ളി ബ്ലാക്ക്. പിന്നെ ഈ ഒരു ORVMന്റെ കാര്യത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ റൂഫിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിന് മുമ്പുണ്ടായിരുന്ന അലൂമിനിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇത് ഫുള്ളി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് ആസ് യൂഷ്വൽ പണ്ടുള്ള GT ഉണ്ടായിരുന്ന പോലെ തന്നെ ബ്ലാക്ക് കളറിനെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാർബൺ സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞൊരു കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈവൺ ഈ ഒരു മിറർ ക്യാപ്പ് ആണെങ്കിൽ ശരി, റൂഫ് ആണെങ്കിൽ ശരി, എല്ലാം തന്നെ നമുക്ക് ഒരു കാർബൺ സ്റ്റീൽ ഗ്രേ എന്ന കളറായിരുന്നു ഡോക്യുമെന്റിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കളറും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ആണ്. ഇവിടെ നമുക്ക് ആ ഒരു കാർബൺ സ്റ്റീൽ ഗ്രേ ഫിനിഷ് ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ളി ബ്ലാക്ക് തന്നെയാണ് കൊടുത്തുള്ളത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ GTയിലുള്ള പോലെ തന്നെ നമുക്ക് കീലെസ് എൻട്രി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടോ അവർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അവിടെ ആണെങ്കിലും റിയറിലാണെങ്കിലും ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രോം ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ചില മോഡൽസിൽ ഇവിടെ വൈറ്റ് കളർ ഉണ്ടാവും. അതായത് ഈ ഒരു ടൈഗൂണിലൊന്നല്ല, ഞാൻ കണ്ടിട്ടുള്ള ക്രെട്ടയിലൊക്കെ ആണെങ്കിൽ ഈ റിയറിലൊരു വൈറ്റ് കളർ ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊക്കെയോ ഇയറിലെ വേരിയന്റിൽ. അപ്പോൾ പലരും വിചാരിക്കും ഈ ഒരു കളർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. കളറല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റിക്കറാണ്. ഞാൻ എൻ്റെ അധിക വീഡിയോസിലും പറയാറുണ്ട്. അത് നമുക്ക് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെക്കുന്നതാണ്. ഈവൺ അവിടെ ആണെങ്കിലും B പില്ലറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വരാം.
റിയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സിഗ്നേച്ചർ ആ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് എന്നാണ് പറയുന്നത്. റിയറിലാണെങ്കിലും കുറേ സ്ഥലത്തൊക്കെ ബ്ലാക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നോർമൽ ടൈഗോണിലൊക്കെ ആണെങ്കിൽ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തുള്ളത്. ഇതിൽ ഇവിടെയൊക്കെ ഫുള്ളി ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിൽ നമുക്ക് 3 സെൻസേഴ്സ് ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ടൈഗൂൺ എന്ന് പറയുന്ന ബാഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു ടൈഗൂൺ സ്പേസ് കുറച്ച് കൊടുത്തിട്ട് ആ ഒരു ഫുള്ളി ബ്ലാക്ക് ഔട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ GT റെഡിലാണ് കൊടുത്തുള്ളത്. അത് ഈ ഒരു റെഡ് കളറിന് ഒട്ടും തന്നെ മാച്ച് ആവുന്നില്ല, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ അത് വൈറ്റിലൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. വൈറ്റിലാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളറിലൊക്കെ വരുമ്പോൾ ആ ഒരു GT റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് രസമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തോ എനിക്കത്ര രസമായിട്ട് തോന്നില്ല, കാരണം 2 റെഡും ഒട്ടും മാച്ച് ആകുന്നില്ല ഈ 2 റെഡുമായിട്ട്. പിന്നെ റിയറിൽ നമുക്ക് 180 ഡിഗ്രിയുടെ ഒരു റിയർ പാർക്കിംഗ് ക്യാമറ, റിയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിയറിൽ തന്നെ നമുക്ക് ഡിഫോഗർ ലൈൻസും വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, വാഷേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഷാർക്ക് പിൻ ആൻറ്റിന ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അത്രയാണ് പുറമേ എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിലൊന്നും മാറ്റം വരുന്നില്ല. പക്ഷേ ഞാൻ 1 ലിറ്ററിൻ്റെ അകത്ത് ഇതിൻ്റെ ബൂട്ടോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം മാറ്റങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടാണ്. 60-40 സ്പ്ലിറ്റ് ആയിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ടൂൾ കിറ്റ് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടായിട്ടാണ് നമുക്ക്, അതുപോലെ തന്നെ ഇതിൽ എല്ലാവർക്കും അറിയാം സബ് വൂഫർ അതുപോലെ തന്നെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് GTയിൽ. അത്രയാണ് റിയറിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പാർസൽ ട്രേഡ് ഓപ്ഷനാണ് ഞാൻ ഇന്റീരിയറിൽ പറയാമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ അതായത് നമുക്ക് ഈ ഒരു ഇത് അടക്കാനായിട്ട്, ഷോർട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അടക്കാനായിട്ട് അവിടെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് റിയറിൽ പറയാനുള്ളത്. ഓക്കെ, പലർക്കും ഇതിൻ്റെ പ്രൈസിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടാകും. പ്രൈസ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് കുറേ സ്ഥലത്തൊക്കെ എന്താ പറയുക കുറച്ച് സ്പോട്ടി അധികം കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെന്നാണ്. അതായത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ GT ലൈനിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സോറും പ്രൈസാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് ഇപ്പോഴാണ് കിട്ടിയുള്ളത്. അതുപോലെ തന്നെ ഈ കമ്പാരിസൺ വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ GT ലൈനിൻ്റെയും ഓൺ റോഡ് പ്രൈസ് പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലാണ്, GT പ്ലസ് സ്പോട്ട് മാനുവൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22,70,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,16,000 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കിന് പോകുന്നത്. അത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റമാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ GT സ്പോട്ടിൻ്റെ ബാഡ്ജ്, അതായത് നോർമൽ GTക്ക് എന്തൊക്കെയാണ് വേരിയൻ്റ് അവിടെയൊക്കെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ GT സ്പോട്ട് എന്ന് പറയുന്ന ഒരു വേരിയൻ്റെ ഒരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എന്താ പറയുക ഒരു ആക്സറീസ് ആയിട്ടാണ് വരുന്നത്. അത് അതിനുശേഷം ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇലക്ട്രിക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഫുള്ളി ബ്ലാക്ക് ആണ് കൊടുത്തില്ല. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സ്റ്റിച്ചിങ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡോർ പാഡിലേക്ക് വരുമ്പോൾ 4 ഡോറിലെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഡ്രൈവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ORVൻ്റെ നോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻ്റിലാണ് നമുക്ക് ഇവിടെ റെഡ് സ്റ്റിച്ചിങ് ഓപ്ഷൻസ് കൊടുത്തുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലാക്ക് ഓപ്ഷൻസ് ആണ്, ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തുള്ളത്. മറ്റ് വേരിയൻ്റിലാണെങ്കിൽ അവിടെ വരുന്ന കളേഴ്സ് മാറ്റമാണ് വരുന്നത്, ഒരു സിൽവർ കളർ തന്നെയാണ് വരുന്നത് അവിടെ. പിന്നെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഫുള്ളി കണ്ടാൽ മനസ്സിലാവും, ഫുള്ളി ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ്, അതായത് ഇൻറ്റീരിയറിലാണെങ്കിൽ കൊടുത്തുള്ളത്. ഈവൻ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ റൂഫൊക്കെ കണ്ടോ നിങ്ങൾ ഫുള്ളി ബ്ലാക്കിൽ കൊടുത്തുള്ള. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വേരിയൻറ്റിൽ അങ്ങനെ ബ്ലാക്ക് വരുന്നുണ്ടായിരുന്നില്ല, GTയിലാണെങ്കിൽ കൂടി ഇൻറ്റീരിയറിൽ. പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. റെഡ് സ്റ്റിച്ചിങ് നമുക്ക് സ്റ്റിയറിംഗിലും കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അത്രയാണുള്ളത്. ഇനി നമുക്ക് കയറിയിരുന്ന് സംസാരിക്കാം. സ്റ്റാർട്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റിവ്യൂസിലൊക്കെ, അതായത് ഇറങ്ങിയ ടൈമിലൊക്കെ ഇവിടെയായിട്ട് ഒരു GTയുടെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ആക്സറീസ് ആയിട്ട് അഡീഷണൽ പിന്നീട് ഫിറ്റിങ്ങിലാണ് വരിക, അതായത് സ്റ്റോക്ക് വരുന്ന ടൈമിൽ അതൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, പിന്നെ പലരും പറയുന്നതാണ് ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ AC-യുടെ സൗണ്ട് ഭയങ്കര കൂടുതലാണെന്നുള്ളത്. ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൗണ്ട് കൂടുതലോ അല്ലെങ്കിൽ ഓട്ടോയിൽ ഇടുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല. നമ്മുടെ ഇൻറ്റീരിയർ ക്യാബിനിലുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ അത്ര കൂടുതലാണെങ്കിൽ മാത്രമാണ് അത് ഓട്ടോയിൽ ഇടുന്ന ടൈമിൽ അത്രയും ബ്ലോർ സൗണ്ട്, അതായത് ആ ഒരു ഫാനിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നോർമലി ഇൻറ്റീരിയർ അതായത് ഇൻസൈഡ് കൂളാണെങ്കിൽ ആ ഒരു സൗണ്ട് അത്രയോ പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഫാൻ. അതുകൊണ്ടാണ് അതൊന്നും ഈ റിവ്യൂവിൽ പറയണമെന്ന് വിചാരിച്ചതല്ല ശരിക്കും. പിന്നെ കോക്ക്പിറ്റ് നോക്കുകയാണെങ്കിൽ ആ ഫുള്ളി ഡിജിറ്റൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് നോർമലുള്ള GTയിൽ പോലെ തന്നെ റെഡ് കളർ തന്നെയാണ് ഈ ഒരു കോക്ക്പിറ്റിനും കൊടുത്തുള്ളത്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത്. ഈ വ്യൂ ബട്ടൺ അടിക്കുമ്പോൾ അവിടെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് ഈ 4 കൊടുത്തുള്ളത്. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓക്കെ ഇത് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമാൻഡിങ്ങുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ, വോയിസ് കമാൻഡിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തില്ല. ഹോണ്
ഇതാണ് കൊടുത്തുള്ളത്. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ആഡ് പ്ലസ് മൈനസ് അതുപോലെ തന്നെ ക്യാൻസലിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. വോയിസ് അതുപോലെ തന്നെ കുറക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ചാനൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു സൈഡിലാണ് കൊടുത്തുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റീരിയോ കൊടുത്തുള്ളതെന്ന് വെച്ചാൽ 10 ഇഞ്ചിൻ്റെ നോർമൽ എല്ലാം തന്നെ നമുക്ക് ഹൈലൈന് തൊട്ടിട്ട് GT+ വരെ ഒരു സെയിം തന്നെയാണ് വരുന്നത്. ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത്. സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC യുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ. അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫുൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഞാൻ മറ്റേ GT ലൈനിലെ ഓപ്ഷൻസിൻ്റെ ഷെയർ ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പുഷ് ബട്ടൺ വരുന്നില്ല. പക്ഷേ ഈ ഒരു വേരിയന്റിൽ എന്ന് വെച്ചാൽ ഇത് ഫുൾ ഓപ്ഷൻ്റെ സെയിം ഫീച്ചേഴ്സ്, അതായത് പഴയ GT തന്നെയാണ്. അതിൽ കുറേ സ്ഥലത്ത് റെഡ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റും കൊടുത്തു എന്ന് മാത്രം. ഇത് നമുക്ക് GTയിലും കാണാം. മറ്റേ ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ DSG 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് ഈ ഒരു GT വേരിയന്റിന് വരുന്നത്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്നല്ലോ അത് പറഞ്ഞതെന്ന് മാത്രം. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് ഒരു ലിവർ തന്നെയാണ് ഇതിൽ കൊടുത്തുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് സ്ലൈഡിങ് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടായ ഒരു സ്റ്റോറേജ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്ഥലത്തൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കളറായിരുന്നു. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു വേരിന് വന്നതിന് ശേഷമാണോ അല്ലെങ്കിൽ പണ്ടത്തിൽ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. ഇവിടെയൊക്കെ ആയിട്ട് ഒരു കട്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സംഭവം എന്നുള്ള മനസ്സിലായില്ല. അത്ര വലിയ അട്രാക്റ്റീവ് ഡിസൈൻ ഒന്നല്ല അവിടെ കൊടുത്തുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞ ഫുള്ളി ബ്ലാക്ക് ആണ്. ഇതിൽ തന്നെ സൺറൂഫ് വരുന്നതുകൊണ്ട് കുറച്ച് ഏറി ഫീലിംഗ് ഉണ്ടാവും. അത്രയാണ് പറയാനുള്ളത്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ GTയുടെ ബാഡ്ജ് കാണാൻ പറ്റും. GT ബാഡ്ജിങ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേരിയന്റിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൽ തന്നെ പെഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് 1 ലിറ്റർ മിഡിൽ ഓപ്ഷൻ്റെ ഓട്ടോമാറ്റിക് കൊടുത്തിട്ട് നമുക്ക് പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് എന്താ പറയുക പാസ് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓപ്ഷൻ കൊടുത്തുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് നമ്മുടെ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തില്ല. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റ് ലെവലർ എന്ന് പറയും. അത് നമുക്ക് നൈറ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കൂടി ചെയ്തുതരാം എന്താ സംഭവം എന്നുള്ള. കുറേ പേർക്ക് അറിയായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു ചാനലിൽ പല വീഡിയോസ് ഇടുമ്പോഴും ഏത് പൊട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതായത് കുറേ പേരുടെ സംശയം ഞാനൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോസ് ആണെങ്കിലും, കാരണം എനിക്ക് ഈ വണ്ടീനെ പറ്റിയിട്ടാണ് വീഡിയോസ് ഈ ഷോറൂമിൽ ഇടാൻ പറ്റുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഈ ഒരു ചാനലിൽ ഈ ഒരു വണ്ടിയുടെ വീഡിയോ മാത്രമേ ഇടാവുന്നോ അല്ലെങ്കിൽ ഫോക്സിനെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാവുന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ എയർ ബാഗ്, അതായത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ട ടൈമിൽ കമൻറ്റ് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് 1 ലിറ്ററിൻ്റെ എത്ര എയർ ബാഗ് ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു GT ലൈൻ. ഇതിലാണെങ്കിൽ 6 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. ഈവൻ കർട്ടൺ എയർ ബാഗ് കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് കർട്ടൺ എയർ ബാഗും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ IR വ്യൂ ഇൻസൈഡ് റിവർ വ്യൂ മിറർ ആണെങ്കിൽ ഇതിലാണെങ്കിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ച്, അതായത് സൺറൂഫിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ടച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് അധികം ലെങ്തി ആക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. സെയിം ഫ്രണ്ടിലുള്ള ആ ഡോർ പാഡിലുള്ള സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ എവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഹെഡ് റെസ്റ്റ് ഈ ഒരു വേരിയൻറ്റിലാണെങ്കിലും എല്ലാ വേരിയൻറ്റിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്കാണെങ്കിൽ നമുക്ക് ആം റെസ്റ്റിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. 60/40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് AC വെൻസ് ഇവിടെ കാണാൻ പറ്റും. റിയർ AC വെൻസ് താഴെയായിട്ട് ചാർജിങ്ങിലുള്ള C2C ചാർജിങ് പോർട്ടുണ്ട്. ചെറിയൊരു ഹമ്പ് ഈ ഒരു വേരിയൻറ്റിൽ ഈ ഒരു മോഡലും കാണാൻ പറ്റും. പണ്ടോട്ടേ ഫോക്സിൻ്റെ ഒരു എന്താ പറയുക നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ എന്നാലും പോളോനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ 5 പേർക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ റിവ്യൂസ് ഇത്രയേ ഉള്ളൂ. അതായത് അധികം ലെങ്തി ആക്കില്ല. ഞാൻ പ്രൈസ് ഓൾറെഡി പറഞ്ഞു. എന്തെങ്കിലും വിട്ടുവേണ്ടി നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കമൻറ്റിലും മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് നെഗറ്റീവ് ആണെങ്കിലും എന്ന് വെച്ചിട്ട് അവരെ താങ്ങിയിട്ടുള്ള റിപ്ലൈ കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിച്ചോ. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ചാനൽ കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇത് രണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. See you in the next video. Bye bye.